കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. ഗ്രീറ്റിംഗ്സ് ടു യു ഓൾ ഇൻ ദി glorious name of our Lord and Savior Jesus Christ, who is coming very soon to receive His glorious church. ഇന്ന് രാത്രിയുടെ വേളയിൽ ദൈവവചനത്തിന് മുൻപാകെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ വലിയ കരുണയ്ക്കായിട്ട്, കൃപയ്ക്കായിട്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലെ ഭാഗങ്ങളാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ച് ചില വിഷയങ്ങൾ ചിന്തിപ്പാൻ കർത്താവിന്റെ കൃപയിൽ ശരണപ്പെടും. 9 മുതൽ 14 വരെ ഉള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. 10-ാം വാക്യം. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പാട്ട് അവർ പാടുന്നു. 11-ാം വാക്യം. പിന്നെ അവൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000-1000-ഉമായിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. 13-ാം വാക്യം. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലും ഉള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും നേക്കുമുണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. 5-ാം അധ്യായത്തിന്റെ അവസാന വാക്യം. 4 ജീവികളും ആമേൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ഈ ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളാണ് ഇന്ന് രാത്രി കർത്താവിന്റെ കൃപയിൽ ശരണപ്പെട്ട് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. 9-ാം വാക്യം കഴിഞ്ഞ ലൈവിൽ നമ്മൾ ചിന്തിച്ചതാണ്. എങ്കിലും അതിൻ്റെ 1-2 പോയിന്റുകൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 9-ാം വാക്യത്തിൽ നീ പുസ്തകം വാങ്ങിപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ. കുഞ്ഞാടെ, നീ പുസ്തകം വാങ്ങിപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ. അതിന് 2 കാരണങ്ങളാണ് അവിടെ പറയുന്നത്. 1, നീ അറുക്കപ്പെട്ടു. 2, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ നീ ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോ പുസ്തകം വാങ്ങിപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യനാകുന്നു കുഞ്ഞാടേ എന്ന് നമ്മൾ വായിക്കും. കുഞ്ഞാടേ, നീ യോഗ്യൻ. എന്തിന്? 1, പുസ്തകം വാങ്ങിക്കുവാൻ.
2, ആ പുസ്തകത്തിന്റെ മേൽ ഇട്ടിരിക്കുന്ന 7 മുദ്രകളും പൊട്ടിപ്പാനും നീ യോഗ്യൻ. അപ്പോ 9-ാം വാക്യമാണ് ഞാൻ ഈ പറയുന്നത്. കുഞ്ഞാടേ നീ യോഗ്യൻ എന്ന് പറയുമ്പോൾ കുഞ്ഞാട് എന്തിനു യോഗ്യനാകുന്നു? 1, പുസ്തകം വാങ്ങിപ്പാനും, ടു ടേക്ക് ദ ബുക്ക്, പുസ്തകം എടുപ്പാനും. 2, അതിന്റെ 7 മുദ്രകൾ പൊട്ടിപ്പാനും നീ യോഗ്യനാകുന്നു. അതിന് കുഞ്ഞാടിനെ യോഗ്യനാക്കിയ 2 കാര്യങ്ങൾ കൂടി 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോ കുഞ്ഞാടെ നീ യോഗ്യൻ, പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ എന്ന് 2 കാര്യങ്ങൾ പറഞ്ഞേച്ച് അതിന് 2 കാരണങ്ങൾ പറയുന്നുണ്ടോ. വൈ lamb of God is worthy to take the book and open its seals. കുഞ്ഞാട് ഈ പുസ്തകമെടുപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാകുവാനുള്ള കാരണം ഇവിടെ പ്രത്യേകം പറയുക. 9-ാം വാക്യം, പുസ്തകം വാങ്ങുവാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ എന്ന് വെച്ച് പറയുന്നു. അതിന്റെ കാരണങ്ങൾ: 1, നീ അറുക്കപ്പെട്ടു. 2, നിന്റെ രക്തം കൊണ്ട് സർവഭാഷയിലും സർവഗോത്രത്തിലും സർവജാതിയിലും വംശങ്ങളിൽ നിന്ന് ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോ കുഞ്ഞാട് പുസ്തകം വാങ്ങിപ്പാനും അതിന് മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാകുവാനുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് യോഹന്നാൻ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുഞ്ഞാട് പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ. അതിന് പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ: 1, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. 2, നിന്റെ രക്തം കൊണ്ട് സകല ഭാഷകളിൽ നിന്നും സകല ഗോത്രങ്ങളിൽ നിന്നും സകല ജാതികളിൽ നിന്നും സകല വംശങ്ങളിൽ നിന്നും ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങി. ആർക്ക് വേണ്ടി? ഞങ്ങളുടെ ദൈവത്തിന് നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. അപ്പോ കുഞ്ഞാട് പുസ്തകം വാങ്ങിക്കുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാകുവാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 1, നീ അറുക്കപ്പെട്ടു. എന്തിനു വേണ്ടി? മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരാർത്ഥം കാൽവരിയുടെ ക്രൂശിന്റെ കുലമുരത്തിൽ എന്നേക്കമായി യാഗങ്ങൾക്ക് പൂർത്തീകരണം വരുത്തി. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ യെശയ്യാ പറയുന്നു, അവൻ നമുക്ക് വേണ്ടി അകൃത്യയാഗമായി തീർന്നു. നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നു, നമ്മുടെ അകൃത്യങ്ങളെ അവൻ തന്റെ ചുമലിന്മേലേറ്റി. അവൻ നമുക്കായി അകൃത്യയാഗമായി തീർന്നു. 53-ാം അധ്യായത്തിൽ ഈ വിശേഷപ്രവാദം വിവരിക്കുന്നുണ്ട്. 53-ാം അധ്യായത്തിൽ പറയുമ്പോൾ, അറക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമൻ കത്രിക്കുവാൻ കൊണ്ടാകുന്ന ആടിനെ പോലെയും അവൻ വായി തുറക്കാതിരുന്നു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലും അവനായി തീർന്നു. യശയ്യാപ്രവചനത്തിലെ വാക്യം 53-ാം അധ്യായത്തിന്റെ വാക്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. യശയ്യാ പറയുക, നമ്മുടെ എല്ലാവരുടെയും പാപം അവന്റെ മേൽ ചുമത്തി. അവൻ നമുക്കായി ഒരകൃത്യയാഗമായി തീർന്നു. പഴയ നിയമ ഇസ്രായേലിനു വേണ്ടി നിരവധി യാഗങ്ങൾ അർപ്പിക്കുവാൻ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെട്ട മഹാപുരോഹിതന്മാരുണ്ടായിരുന്നു. ഏതൊരു പുരോഹിതനും എബ്രായലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എബ്രായലേഖനത്തില് ആ ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട്.
എബ്രായലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. ശ്രദ്ധിക്കണേ, എബ്രായലേഖനത്തിൽ പൗലോസ് പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെടുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാടും യാഗവും അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അപ്പൊ ശ്രദ്ധിക്കണേ, ഏതൊരു മഹാപുരോഹിതനും മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. എന്തിന്? അവരുടെ പാപങ്ങൾക്ക് വേണ്ടി, പരിഹാരങ്ങൾക്ക് വേണ്ടി യാഗങ്ങളെ അർപ്പിക്കുവാൻ. അപ്പോ യാഗങ്ങളെ അർപ്പിക്കാനും നിയമിക്കപ്പെട്ട മഹാപുരോഹിതൻ അവൻ ദേവാലയത്തിൽ കടന്നു ചെന്ന സ്വന്തം പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആദ്യം യാഗം അർപ്പിക്കണം. അവനും പാപമുള്ളവനാണ്, മനുഷ്യരുടെ ഇടയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവനായതുകൊണ്ട് ആസ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ദ പീപ്പിൾ, മനുഷ്യന്റെ റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ട്, മനുഷ്യരിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട്, അവനിലും പാപം ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അവൻ തന്റെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി ഏതൊരു മഹാപുരോഹിതനും ആരംഭത്തിൽ യാഗമർപ്പിക്കും. അതിനുശേഷമായി തന്റെ മുൻപാകെ വരുന്ന ജനത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി മഹാപുരോഹിതൻ യാഗമർപ്പിച്ചോ യാഗവസ്തുവിന്റെ മേൽ ആ ജനത്തിന്റെ പാപത്തെ മാറ്റിക്കൊടുത്തുകൊണ്ടോ മഹാപുരോഹിതൻ ജനത്തിനു വേണ്ടി യാഗമർപ്പിച്ചതിനു ശേഷമായി മഹാപുരോഹിതൻ ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ദേവാലയത്തിലെ വിശുദ്ധ സ്ഥലത്ത് നിന്ന് നേരെ തിരിഞ്ഞു നിന്ന് മഹാപുരോഹിതൻ ഇങ്ങനെ പറയും, യഹോവയായ ദൈവം നിങ്ങളുടെ സകല പാപങ്ങളെയും ക്ഷമിക്കുമാറാകട്ടെ, മഹാപാപിയായ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പി. ഇത് പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വ്യവസ്ഥകളാണ്. അപ്പോ ഏതൊരു മഹാപുരോഹിതനും തന്റെ പാപങ്ങൾക്ക് വേണ്ടി യാഗമർപ്പിക്കുന്നു ആദ്യമായി. എന്നാൽ നമ്മുടെ മഹാപുരോഹിതനോ നിഷ്കളങ്കൻ, നിർമ്മലൻ. 7-ാം അധ്യായത്തിൽ യേശു കർത്താവിനെ കുറിച്ച് പറയുന്ന ചില വിവരണങ്ങളുണ്ട്. എവിടെയാണെന്നറിയോ? എബ്രായലേഖനം 7-ാം അധ്യായം അതിന്റെ 26, 27 വാക്യങ്ങൾ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. 1 പവിത്രൻ, 2 നിർദോഷൻ, 3 നിർമ്മലൻ, 4 പാപികളോട് വേർപെട്ടവൻ, അടുത്തത് സ്വർഗത്തെക്കാൾ ഉന്നതനായവൻ. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗമർപ്പിപ്പാൻ ആവശ്യമില്ലാത്തവൻ. ശ്രദ്ധിക്കണേ, പഴയ നിയമത്തിലെ ഏതൊരു മഹാപുരോഹിതനും ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗമർപ്പിപ്പാൻ ദേവാലയത്തിൽ കടന്നു ചെല്ലുമായിരുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എബ്രായലേഖനത്തിൽ വരുമ്പോ പറയുകയാണ്, നമുക്കുള്ള മഹാപുരോഹിതൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, 3 ഗുണങ്ങൾ. 4-ാമത്തേത് പാപികളോട് വേർപെട്ടവൻ. 5 സ്വർഗത്തെക്കാൾ ഉന്നതൻ. 5 യോഗ്യതകളാണ് നമ്മുടെ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തുവിനുള്ളത്. 1 പവിത്രൻ, 2 നിർദോഷൻ, 3 നിർമ്മലൻ, 4 പാപികളോട് വേർപെട്ടവൻ, 5 സ്വർഗത്തെക്കാൾ ഉന്നതനായിരിക്കുന്നവൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാപുരോഹിതൻ കർത്താവായ യേശു ക്രിസ്തു ഓരോ പാപങ്ങൾക്ക് വേണ്ടിയും മഹാപുരോഹിതൻ ജനത്തിനു വേണ്ടിയും സ്വന്തം ജനത്തിന്റെ പാപത്തിനു വേണ്ടിയും മഹാപുരോഹിതന്റെ പാപങ്ങൾക്ക് വേണ്ടിയും യാഗമർപ്പിക്കുമായിരുന്നു. 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന വാക്ക് ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും
ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അതവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തുവല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മഹാപുരോഹിതൻ അറക്കപ്പെട്ടത് കൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിലെ അപ്പോസ്തലൻ പൗലോസിന്റെ ഭാഷയിൽ നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു, അത് ക്രിസ്തു തന്നെ എന്ന കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്ന വെളിപ്പാടിൽ യോഹന്നാൻ പറയുന്നു, പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും കുഞ്ഞാടേ നീ യോഗ്യനാകുന്നു. എങ്ങനെ കുഞ്ഞാട് യോഗ്യനായി എന്നാ ഞാനിപ്പോൾ ഈ പറയുന്നത്. കുഞ്ഞാട് യോഗ്യനാകാനുള്ള 2 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. 1, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. 2, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിനായി നീ വിലയ്ക്ക് വാങ്ങി. ആകയാൽ നീ യോഗ്യൻ. എന്തിന്? ആകയാൽ നീ യോഗ്യൻ. എന്തിന്? പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. ഇപ്പൊ ശ്രദ്ധിക്കുക, കുഞ്ഞാട് ഇറക്കപ്പെട്ടത് കൊണ്ട് ആരാണ് ഈ കുഞ്ഞാട്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതാണ്, എങ്കിലും ഒരിക്കൽ കൂടെ പറയുന്നു. യോഹന്നാൻ സ്നാപകൻ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29, 36 2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. യോഹന്നാൻ തന്റെ ശിഷ്യന്മാരുമായി, യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരുമായി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മുടെ യേശു കർത്താവ് അവരുടെ നടുവിൽ കൂടെ കടന്നുപോയി. ഉടനെ യോഹന്നാൻ പറയുക, ബിഹോൾഡ്, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് ഹൂ ടേക്സ് അവേ ദ സിൻ ഓഫ് ദ ഹോൾ വേൾഡ്. യോഹന്നാൻ പറയുന്നു, കാൺമീൻ, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോ ഈ കുഞ്ഞാട് അറക്കപ്പെട്ടു. ആകയാൽ പുസ്തകം തുറപ്പാനും പുസ്തകത്തിന് മുദ്ര പൊട്ടിപ്പാനും കുഞ്ഞാട് നീ യോഗ്യൻ. അപ്പോ ഇതിന്റെ അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, 5-ാം അധ്യായത്തിന് 7-ാം വാക്യത്തിൽ ഈ കുഞ്ഞാടിന് യോഗ്യത വേറൊന്നും കൂടെ പറയുന്നുണ്ടോ? അതെന്താണെന്നറിയാമോ? ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന കണ്ടു. 6-ാം വാക്യം. അവൻ വന്ന് സിംഹാസനത്തിരിക്കുന്നവന്റെ വലം കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങി. അപ്പോ അല്പം കൂടെ മുമ്പോട്ട് കയറി പറയുകയാണ്, യോഹന്നാൻ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ one among the 24 elders, 24 മൂപ്പന്മാരിൽ ഒരുവൻ യോഹന്നാനോട് പറയുന്നു, യഹൂദാ ഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരും വംശവും ഉദയ നക്ഷത്രവുമായ അറുക്കപ്പെട്ട കുഞ്ഞാട് ജയം പ്രാപിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവൻ യോഗ്യൻ. 3 യോഗ്യതകളാ കുഞ്ഞാടിലൂടെ യോഹന്നാൻ പറയുന്നു. 1, അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. 2, അവൻ അറക്കപ്പെട്ടു. 3, തന്റെ രക്തം കൊടുത്ത് മാനവജാതിയെ ദൈവത്തിനായി വേർതിരിച്ചു. അതുകൊണ്ട് കുഞ്ഞാട് പുസ്തകം തുറപ്പാനും പുസ്തകത്തിന്റെ മുദ്ര പൊട്ടിപ്പാനും കുഞ്ഞാടേ നീ യോഗ്യൻ. ചിന്തിക്കണേ ദൈവമക്കളെ, യേശു കർത്താവ് അറക്കപ്പെട്ടത് കൊണ്ട്, തന്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് കുഞ്ഞാട് യോഗ്യനായി തീർന്നു. 5-ാം വാക്യത്തിൽ യോഹന്നാനോട് മൂപ്പന്മാരിൽ ഒരുവൻ
one among the 24 elders, 24 മൂപ്പന്മാരിൽ ഒരുവൻ പറയുന്നു, കരയേണ്ട യോഹന്നാനെ, യഹൂദാ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേരും വംശവും ഉദയനക്ഷത്രവുമായ അറുക്കപ്പെട്ട കുഞ്ഞാട് ജയം പ്രാപിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് പുസ്തകമെടുപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും കുഞ്ഞാടി യോഗ്യനായി. 9-ാം വാക്യത്തിൽ യോഹന്നാൻ പറയുന്നു, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും കുഞ്ഞാടേ നീ യോഗ്യൻ. ഇത് പറഞ്ഞേച്ച് രണ്ട് കാരണങ്ങൾ, 2 reasons for, because the Lamb of God is worthy to take the book and open its seals. രണ്ട് കാരണങ്ങൾ യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ വെളിപ്പാടിൽ ഇങ്ങനെ പറയുന്നു, കുഞ്ഞാട് പുസ്തകമെടുപ്പാനും അതിനെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാകുവാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ കൂടെ കേൾക്കുക. ഒന്ന്, നീ അറുക്കപ്പെട്ടു, യു ആർ സ്ലെയിൻ. രണ്ട്, നിന്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ചിന്തിക്കണേ, കുഞ്ഞാടി യോഗ്യനാകുവാൻ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന്, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. രണ്ട്, നിന്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വേർതിരിച്ചു. എവിടെ നിന്ന്? ഭാഷകളിൽ നിന്നും, സർവഗോത്രങ്ങളിൽ നിന്നും, സർവജാതികളിൽ നിന്നും, സർവവംശങ്ങളിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിനായി നീ വേർതിരിച്ചു. അതുകൊണ്ട് കുഞ്ഞാടി നീ യോഗ്യൻ. അപ്പോ കുഞ്ഞാടി യോഗ്യനാകാനുള്ള പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ്. ഒന്ന്, അവൻ സകലത്തിനു മേലും ജയം പ്രാപിച്ചതുകൊണ്ട് കുഞ്ഞാട് യോഗ്യനായി. രണ്ട്, കുഞ്ഞാട് അറക്കപ്പെട്ടതുകൊണ്ട് കുഞ്ഞാട് യോഗ്യനായി. 3, തന്റെ രക്തം കൊണ്ട് സകല ഭാഷകളിൽ നിന്നും, സകല ഗോത്രങ്ങളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും, സകല ദേശത്തു നിന്നും, അംശങ്ങളിൽ നിന്നും നമ്മളെ തന്റെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അതുകൊണ്ട് കുഞ്ഞാട് യോഗ്യനായി. അപ്പോ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പത്രോസ് ലേഖനത്തിൽ കുഞ്ഞാടിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസ് ലേഖനത്തിൽ കുഞ്ഞാടിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ 18-19 വാക്യമാണ് ഞാൻ പറയുന്നത്. വ്യർത്ഥവും ഋതുപാരംഭ്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. ശ്രദ്ധിക്കണേ, വ്യർത്ഥവും ഋതുപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി എന്ന് അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, വ്യർത്ഥവും ഋതുപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി എന്ന അഴിഞ്ഞുപോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ വാക്യത്തിന് കറക്റ്റ് ഈക്വലായ ഒരു വാക്യമാണ് 1 പത്രോസ് ലേഖനത്തിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ഒന്നാമത്തെ കാരണം. 2, നിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ നീ വിലയ്ക്ക് വാങ്ങി. 3, കുഞ്ഞാട് 4 കാര്യങ്ങളുടെ മേൽ ജയമെടുത്തു. അത് ഇതിന് 2 ക്ലാസുകൾക്ക് മുമ്പ് ഞാൻ ഓർപ്പിക്കുവാനിടയായല്ലോ. കുഞ്ഞാട് ജയമെടുത്ത ഏതൊക്കെ കാരണത്തില്? 1,
ലോകത്തെ, 2 സാത്താനെ, 3 മരണത്തെ, 4 പാതാളത്തെ. കുഞ്ഞാട് ജയം പ്രാപിച്ചിരിക്കുന്നു. 1 ലോകത്തെയും അതിന്റെ മോഹങ്ങളെയും, 2 പിശാചിനെ, 3 മരണത്തിന് മേൽ കുഞ്ഞാട് ജയമെടുത്തു, 4 പാതാളത്തിന് മേൽ കുഞ്ഞാട് ജയമെടുത്തു. ഇത് കഴിഞ്ഞ 2 ക്ലാസുകൾക്ക് മുമ്പ് കുഞ്ഞാട് ജയം പ്രാപിക്കുവാനുള്ള 4 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു. അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ വെളിപ്പാട് പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ വെളിപ്പാട് കാണുമ്പോൾ യോഹന്നാൻ പറയുന്നു, പുസ്തകം വാങ്ങുവാനും അതിന് മുദ്ര പൊട്ടിപ്പാനും കുഞ്ഞാടേ നീ യോഗ്യൻ. 2 കാരണങ്ങൾ. 1 നീ അറക്കപ്പെട്ടു, 2 നിന്റെ രക്തം കൊണ്ട് ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും നീ ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പോ പത്രോസ് പറഞ്ഞ വാക്യം ഇവിടെ ചേർത്ത് വായിച്ച് പഠിക്കുക. 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം 18-19 വാക്യങ്ങൾ. പാരമ്പര്യത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർമ്മലവും നിർദോഷവുമായ നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വലിയൊരു രക്തമുണ്ടത്രേ. അപ്പോ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ യാഗങ്ങൾ കൊണ്ടല്ല, നമ്മുടെ കർമാദികൾ കൊണ്ടല്ല. പിന്നെയോ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി രക്തം ചീന്തിയ കുഞ്ഞാടിന്റെ നിർമ്മലവും നിർദോഷവും നിഷ്കളങ്കവുമായ വലിയേറിയ രക്തം കൊണ്ടത്രേ. ആമേൻ. ഇന്ന് രാത്രി ഞാനിവിടെ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് കുഞ്ഞാടിന്റെ വലിയൊരു രക്തം കൊണ്ടത്രേ. അടുത്ത വാക്യം 10-ാം വാക്യം വായിക്കുകയാണ്. 10-ാമത്തെ വാക്യം. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഇതിൽ മലയാള പരിഭാഷയിൽ ഒരല്പ വ്യത്യാസങ്ങൾ ഉണ്ട്. ഈ 10-ാം വാക്യം ഞാൻ ഇംഗ്ലീഷിലൊന്ന് വായിക്കുകയാണ്. ഈ 10-ാം വാക്യം വെളിപ്പാട് 5-ന്റെ 10-ാം വാക്യം. And has made us unto our God kings and priests, and we shall reign on earth. ശ്രദ്ധിക്കുക, മലയാള ഭാഷയിൽ മലയാളത്തിൽ എഴുതിയിരിക്കും ഇങ്ങനെയാണ് പറയുന്നത്: ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പാട്ട് കേട്ടു. ഇവിടെ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോ ആൻഡ് മെയ്ഡ് അസ് ഞങ്ങളെ, അൺടു അവർ ഗോഡ് ഞങ്ങളുടെ ദൈവത്തിന്, മെയ്ഡ് അസ് അൺടു അവർ ഗോഡ് കിങ്സ് ആൻഡ് പ്രീസ്റ്റ്, and we shall reign on earth. ഇംഗ്ലീഷ് ഭാഷയിലുള്ള വാക്കുകളുടെ അർത്ഥം വിശാലമാണ്. മലയാളത്തിൽ പറയുമ്പോൾ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചെന്നാണ്. പക്ഷെ ഇംഗ്ലീഷിൽ ഇത് വായിക്കുമ്പോൾ ആൻഡ് ഹാസ് മെയ്ഡ് അസ്, ആൻഡ് ഹാസ് മെയ്ഡ് അസ് ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. മെയ്ഡ് അസ് അൺടു അവർ ഗോഡ് കിങ്സ് ആൻഡ് പ്രീസ്റ്റ്. ഞങ്ങളുടെ മനസ്സിലായോ? അവർ ഞങ്ങളുടെ ദൈവത്തിന് അവരെ എന്നാ മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്.
മലയാള ഭാഷയിൽ രേഖപ്പെടുത്തി വന്നപ്പോ ഞങ്ങളുടെ ദൈവത്തിന് അൺടു അവർ ഗോഡ് മെയ്ഡ് അസ്, അവർ എന്ന് പറയണമെങ്കിൽ ദേ എന്ന് വേണം രേഖപ്പെടുത്താൻ. ദേ, അവർ. ദേ എന്ന് പറഞ്ഞാൽ മലയാളത്തിന്റെ അർത്ഥം അവരെ, അല്ലെങ്കിൽ ദം എന്ന് വേണം പറയാൻ. ദേ ഓർ ദം, ഈ രണ്ട് വാക്ക് വേണം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുവാൻ. പക്ഷേ ഇവിടെ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആൻഡ് ഹാസ് മെയ്ഡ് അസ് unto our God kings and priests. ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. മലയാളത്തിൽ എഴുതിയപ്പം രാജ്യവും പുരോഹിതന്മാരും എന്നാണ് എഴുതിയിരിക്കുന്നത്. രാജ്യവും പുരോഹിതന്മാരും എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ മെയ്ഡ് അസ് unto our God kings and priests, രാജ്യവും പുരോഹിതന്മാരും. രാജ്യം എന്ന് പറയണമെങ്കിൽ നേഷൻ എന്ന് പറയണം. രാജ്യം എന്ന് പറയണമെങ്കിൽ നേഷൻ, ആ ദേശം. ഇന്ത്യ ഈസ് മൈ നേഷൻ, ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് പറയുന്ന പോലെ ഒന്നെങ്കിൽ കൺട്രി എന്നോ അല്ലെങ്കിൽ നേഷൻ എന്നോ വേണം ഉപയോഗിക്കാൻ. പക്ഷേ ഇംഗ്ലീഷിൽ എഴുതി വച്ചിരിക്കുന്നു ആൻഡ് ഹാസ് മെയ്ഡ് അസ് അൺടു അവർ ഗോഡ്, ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വച്ചിരിക്കുന്നു. കിങ്സ് ആൻഡ് പ്രീസ്റ്റ് ആൻഡ് we shall reign on earth. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ വാർത്ത ഞങ്ങൾ കേട്ടു. പ്രൈസ് ഗോഡ്. മലയാള പരിഭാഷയിൽ ഇവിടെ വലിയ വ്യത്യാസം കാണുന്നത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ആ കാര്യങ്ങൾ പറയുന്നത്. മലയാളത്തിലെ വാക്യം ഞാനൊന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവരെ എന്ന് വരണമെങ്കിൽ ഇംഗ്ലീഷിൽ ദേ അല്ലെങ്കിൽ ദം എന്ന് ഉപയോഗിക്കണം. അവരെ. അപ്പോ അതുപോലെ അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാഠം. ദേ റെയിൻ ഓൺ എർത്ത്, അങ്ങനെ വേണം പറയാൻ ഇംഗ്ലീഷിൽ വരുമ്പോൾ. പക്ഷേ മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യത്തിൽ മലയാള ഭാഷാന്തരത്തിൽ വന്നുപോയ ചില മിസ്റ്റേക്കുകളാണ് ഞാനിപ്പോ ചൂണ്ടിക്കാണിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ, അതും ഓൾഡ് കിങ് ജെയിംസ് വേർഷനിൽ, ലോകത്തിലെ ഒന്നാമത്തെ ഇംഗ്ലീഷ് പരിഭാഷയാണ് 1611 70 ജ്ഞാനികളാൽ 70 ആൾക്കാരാൽ എഴുതപ്പെട്ട സെപ്റ്റുവജന്റ് പുസ്തകത്തിന്റെ ഗ്രീക്കിലേക്കുള്ള സെപ്റ്റുവജന്റിന്റെ ആരംഭത്തിലെ ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷിലേക്കുള്ള ആരംഭത്തിലെ പരിഭാഷയാണ് ഓതറൈസ്ഡ് കിങ് ജെയിംസ് വേർഷൻ 1611. കിങ് ജോർജ് രാജാവിന്റെ കാലഘട്ടത്തിൽ, ബ്രിട്ടനിലെ കിങ് ജോർജ് ആറാമന്റെ കാലഘട്ടത്തിൽ ഗ്രീക്ക് പരിഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് 1611 പരിഭാഷപ്പെടുത്തിയ ആരംഭത്തിലെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഓതറൈസ്ഡ് കിങ് ജെയിംസ് വേർഷൻ. അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് ഞാൻ വായിച്ചത്. അതിന്റെ 10ാം വാക്യം, ആൻഡ് ഹാസ് മെയ്ഡ് അസ് അൺടു അവർ ഗോഡ് kings and priests and we shall reign on earth. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇംഗ്ലീഷിലെ ആരംഭത്തിലെ പരിഭാഷയാണ് ഓൾഡ് കിങ് ജെയിംസ് വേർഷൻ, അതാ ഓതറൈസ്ഡ് കിങ് ജെയിംസ് വേർഷൻ. ആ വേർഷൻ 1611 ആരംഭത്തിലെ ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടാകുന്നത്.
ആ ഇംഗ്ലീഷ് വേർഷനിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് ഞാൻ പറഞ്ഞത്. 10ാം വാക്യം മലയാളത്തിൽ എഴുതിയിരിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്നുള്ള മലയാള ഭാഷയുടെ പരിഭാഷയുടെ ഇംഗ്ലീഷിലെ പരിഭാഷയാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഹാസ് മെയ്ഡ് അസ് unto our God, and has made us unto our God kings and priests. രാജ്യം എന്നല്ല, രാജ്യവും എന്നല്ല, രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു. ഇങ്ങനെയാണ് എന്റെ പരിഭാഷ മലയാളത്തിൽ വരേണ്ടത്. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി തീർത്തു, ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് ഞങ്ങൾ കേട്ടു. ഇങ്ങനെ വേണം പരിഭാഷ വരാൻ. പക്ഷെ അത് മലയാളത്തിൽ എഴുതി വന്നപ്പോ ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യം, നേഷൻ അല്ലെങ്കിൽ കൺട്രി, ഇങ്ങനെയൊക്കെയാ പറയേണ്ടത്. ആ വാക്കിന് രാജ്യം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ പറയുന്ന കൺട്രി. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ ഈസ് മൈ നേഷൻ, ഇന്ത്യ എന്റെ രാജ്യമാകുന്നു എന്ന് പറയുന്ന രണ്ട് വാക്കുകൾ. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഇന്ത്യ ഈസ് മൈ നേഷൻ. നേഷൻ എന്നല്ല ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് കിങ്സ് ആൻഡ് പ്രീസ്റ്റ്. ഇംഗ്ലീഷിലെ കറക്റ്റ് പരിഭാഷ ഇങ്ങനെയാണ് മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്തി വരേണ്ടത്. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു, ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് ഞങ്ങൾ കേട്ടു. ഇങ്ങനെ വേണം ആ 10ാം വാക്യത്തിന്റെ പരിഭാഷ വരാൻ. ഒരിക്കൽ കൂടി ഇംഗ്ലീഷിലെ പരിഭാഷ. Let me read the words from the authorized King James Version. And has made us unto our God. ശ്രദ്ധിച്ചു കേൾക്കുക. And has made us unto our God kings and priests, and we shall reign on earth. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഇങ്ങനെ വേണം പരിഭാഷ വരാൻ. എന്നിട്ട് അതിന്റെ ഇങ്ങനെ തുടർന്നുള്ള പരിഭാഷ ഇങ്ങനെയാണ് വരേണ്ടത്. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് ഞങ്ങൾ കേട്ടു. ഓക്കെ, അപ്പൊ ആ 10ാം വാക്യം അതിന്റെ വിവരണം ഞാൻ അവിടെ കൊണ്ട് നിർത്തുക. ഇതിന് ഉപോത്ഭവമായി പത്രോസ് പറയുന്നൊരു വാക്യമുണ്ട്. പത്രോസ് പറയുന്നൊരു വാക്യമേ എവിടാന്നറിയോ? 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്ത ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. സ്തോത്രം. ഈ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലെ വാക്യത്തിനോട് ചേരുന്നതായ അതിന് യോഗ്യമായ ഒരു ഭാഗമാണ് ഞാനിപ്പോ വായിച്ചു കേൾപ്പിച്ചത്. നിങ്ങളോ നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുത്തൊരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അതും നമുക്കത് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു നോക്കാം. 1 പത്രോസ് ലേഖനത്തിലെ ആ ഭാഗം നമുക്കൊന്ന് ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചു നോക്കാം. 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. You are a chosen generation, 2, a royal priesthood,
and holy nation, a peculiar people. ഇവിടെ ഒരു ജാതിയും എന്ന് കൊടുത്തിരിക്കുന്നു. ഒരു ജാതി, എ ഹോളി നേഷൻ ആൻഡ് എ പെക്കൂലിയർ പീപ്പിൾ. കഴിഞ്ഞ പത്രോസ് പറയാ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം. മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ഭാഷ രാജകീയ പുരോഹിത വർഗമാകുന്നു. We have been called out of the darkness into the marvelous light of His Son Jesus Christ. We have been called out of darkness into the marvelous light of His Son Jesus Christ. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വിളിച്ചു വേർതിരിച്ചു. എന്നിട്ട് എ ഹോളി നേഷൻ, വിശുദ്ധ വംശം, എ പെക്കൂലിയർ പീപ്പിൾ, തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. അടുത്തത് എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്. അപ്പോ തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, എ ഹോളി നേഷൻ, വിശുദ്ധ വംശം. അപ്പോ വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ യോഹന്നാൻ പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. We shall be called out of the darkness into the marvelous light of His Son Jesus Christ. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ പ്രകാശത്തിലേക്ക് നമ്മളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു. 1 പത്രോസ് ലേഖനം 2-ന്റെ 9 ഞാൻ പറയുന്നത്. We have been called out of darkness, അന്ധകാരത്തിൽ നിന്ന് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? എ ഹോളി നേഷൻ, എ ഹോളി നേഷൻ. എന്നിട്ട് എന്താ ഇത്? 2-ാം അധ്യായത്തിന് 9-ാം വാക്യം ഒന്ന് ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ ഞാൻ വായിക്കാം. യു ആർ എ ചോസൺ ജനറേഷൻ, തെരഞ്ഞെടുക്കപ്പെട്ട ജാതി. അടുത്തത് എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം. 3 എ ഹോളി നേഷൻ, വിശുദ്ധ വംശം. മനസ്സിലായോ? വിശുദ്ധ വംശം. ആൻഡ് എ പെക്കൂലിയർ പീപ്പിൾ, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വേർതിരിക്കപ്പെട്ട പൗരോഹിത്യ ശുശ്രൂഷയുള്ള ഒരു ഗ്രൂപ്പായി നമ്മളെ വേർതിരിച്ചിരിക്കുന്നു. പൗലോസ് പറയുന്നു, വി ഹാവ് ബീൻ കോൾഡ് ഔട്ട് ഓഫ് ഡാർക്ക്നെസ്, അന്ധകാരത്തിൽ നിന്ന് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ട ഒരു ജാതി, തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, എ ചോസൺ ജനറേഷൻ, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം, എ ഹോളി നേഷൻ, വിശുദ്ധ ജാതി. അടുത്തത് എ പെക്കൂലിയർ പീപ്പിൾ, ഒരു പ്രത്യേക ജാതി. ഇങ്ങനെയാണ് കർത്താവ് നമ്മളെ വേർതിരിച്ചിരിക്കുന്നത്. അതിന് ശ്രദ്ധിക്കുക. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പാട് കണ്ടപ്പോ പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിന് കുഞ്ഞാട് അറുക്കപ്പെട്ടിട്ട് കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. മനസ്സിലാക്കണേ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് നീ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിട്ട് നീ എന്ത് ചെയ്തു? ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഞങ്ങൾ ഭൂമിയിൽ വാഴും എന്നൊരു പാട്ട്
ഞങ്ങൾ കേട്ടു. സ്തോത്രം. അപ്പൊ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കുഞ്ഞാടിന്റെ വലിയേറിയ രക്തത്താൽ വിടുവിക്കപ്പെട്ട, വിലയ്ക്ക് വാങ്ങപ്പെട്ട സ്വർഗീയ ജാതിയെ കുറിച്ച് തിരുവചനം പറയുന്നു. എ ചോസൺ ജനറേഷൻ, തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, എ ഹോളി നേഷൻ, എ വിശുദ്ധ വംശം, എ പെക്കൂലിയർ പീപ്പിൾ, ഒരു പ്രത്യേകതരം ജനം. അവർക്ക് കൊടുത്തിരിക്കുന്ന അടുത്ത ക്വാളിഫിക്കേഷൻ എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വംശവർഗമാണ്. അവൻ നമ്മളെ തീർത്തിരിക്കുന്നു. അപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ തന്റെ വെളിപ്പാടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, കുഞ്ഞാട് അറക്കപ്പെട്ടതുകൊണ്ട്, കുഞ്ഞാടിന് വലിയൊരു രക്തം കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിനു വേണ്ടി രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. And has made us unto our God kings and priests. ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് മെയ്ഡ് അസ്, ഞങ്ങളെ, അതാ നമ്മളെ, നമ്മളെന്നൊക്കെ അസ് എന്ന വാക്കിന് നമുക്ക് അർത്ഥമുണ്ട് മലയാളത്തില്. ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളെ അൺടു അവർ ഗോഡ്, ഞങ്ങളുടെ ദൈവത്തിന്. മനസ്സിലായോ? ഞങ്ങളുടെ ദൈവത്തിന്, അൺടു അവർ ഗോഡ് എന്നുള്ള ഇംഗ്ലീഷ് ഭാഷാന്തരത്തിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ഇങ്ങനെ വരണം, അൺടു ഹാസ് മെയ്ഡ് അസ്, ഞങ്ങളെ ഞങ്ങളുടെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. മെയ്ഡ് അൺടു അസ്, ഞങ്ങളെ അല്ലെങ്കിൽ നമ്മളെ നമ്മളുടെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങൾ വി ഷാൽ റെയിൻ ഓൺ എർത്ത്, ഞങ്ങൾ ഭൂമിയിൽ വാഴും എന്ന ഒരു പുതിയ പാട്ട് ഞങ്ങൾ കേട്ടു. അപ്പോ വെളിപ്പാട് പുസ്തകത്തിലെ 10-ാം വാക്യത്തിന്റെ വിവരണമാണ്, 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന്റെ ഒരു ഷോർട്ട് എക്സ്പ്ലനേഷനാണ് ഞാനിതുവരെ പറഞ്ഞത്. അപ്പൊ കുഞ്ഞാട് നമ്മളെ വിലയ്ക്ക് വാങ്ങി. 10-ാം വാക്യത്തിൽ മലയാള പരിഭാഷയിൽ ഒരല്പ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്. 10-ാം വാക്യം ഒന്നുകൂടെ മലയാളത്തിൽ വായിക്കാം. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചു എന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നു. അതിന്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പരിഭാഷ വരേണ്ടത്: ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ, അവരെ എന്നുള്ളിടത്ത് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഇനി അത് കഴിച്ചിട്ട് ഒരു കോമായും കുത്തുകൊണ്ട് അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അപ്പൊ അതിനും കൂടെ മലയാള പരിഭാഷ ഇങ്ങനെ വേണം വരാൻ: ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു, ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് ഞങ്ങൾ പാടുന്നു. ഇങ്ങനെ വേണം ആ പരിഭാഷ വരിക. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവവചനത്തെ യഥാർത്ഥമായി പഠിപ്പിക്കുന്ന ഒരു ഉപദേശം ഇങ്ങനെ ആയിരിക്കണം. ഞങ്ങളുടെ ദൈവത്തിന് അവരെ എന്ന് പറയുമ്പോ ആരെ? ടു സമ്മൺ എൽസ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയൊരു രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മളെ നമ്മുടെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. വി ഷാൽ റെയിൻ ഓൺ എർത്ത്. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു
എന്നൊരു പാട്ട് പാടുന്നു. ഇങ്ങനെയാണ് മലയാള പരിഭാഷയിൽ ഈ പരിഭാഷ വരേണ്ടത്. അപ്പൊ അതിലല്പം മിസ്റ്റേക്കുകൾ അന്നത്തെ കാലത്ത് പരിഭാഷ ചെയ്തപ്പോൾ അല്പം മിസ്റ്റേക്കുകൾ വന്നുപോയി. അത് നമുക്ക് മനസ്സിലാക്കുവാനും കഴിയും. കാരണം മലയാള പരിഭാഷ അന്ന് ചെയ്തത് പെന്തക്കോസ്തുകാരോ ക്രിസ്ത്യാനികളെയോ ഒന്നുമല്ല. അന്ന് സായിപ്പിന് കിട്ടിയ ആരെയോ വിളിച്ച് മലയാള പരിഭാഷ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. സായിപ്പിന് ഞങ്ങൾ, അവര്, ഞങ്ങളെന്നൊക്കെ പറയുന്ന അർത്ഥമൊന്നും സായിപ്പിന് അത്രവണ്ണം നല്ലവണ്ണം അറിയത്തില്ല. അതാണ് ഇവിടെ വന്നുപോയ മിസ്റ്റേക്ക്. അതുകൊണ്ട് അത് ഇങ്ങനെ വായിക്കണം. 10-ാം വാക്യം മലയാളത്തിൽ ഇപ്രകാരമാണ് വായിക്കേണ്ടത്: ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പാട്ട് പാടുന്നു. ഇങ്ങനെ വേണം വരാൻ. 11-ാം വാക്യം: പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും. യോഹന്നാൻ അടുത്ത ദർശനം കാണുകയാണ്. ഇൻ മൈ വിഷൻ എന്നാ കാണുന്നത്? ഒന്ന്, സിംഹാസനത്തിലും 4 ജീവികളുടെ നടുവിലും 24 മൂപ്പന്മാരുടെ മധ്യത്തിലും എന്തുണ്ടായി? ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. I heard the voice of many angels. I heard the voice of many angels and beheld, and I heard the voice of many angels round about the throne and the beast and the elders. And the elders, അത് കഴിഞ്ഞ ഒരു നമ്പർ പറയുകയാണ്. ഒരു വലിയ നമ്പറാണ്, നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്ന ഒരു നമ്പറല്ല. ഇവിടെ മലയാളത്തിൽ എഴുതിയിരിക്കുന്ന അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ഒരു മഹാശബ്ദം കേട്ടു. I heard the voice of many angels. I heard the voice of many angels around the throne and 4 creatures and 24 elders around the throne and 4 creatures, 4 ജീവികൾ, and 24 elders. Among this group, I heard a voice of many angels. Many angels. ഏറിയ ദൂതന്മാരുടെ മഹാശബ്ദം ഞാൻ കേട്ടു. എന്താ കേട്ടെ? ഒരു വലിയ ഗ്രൂപ്പ് ജനത്തെ കുറിച്ച് പറയുക. അവരുടെ എണ്ണം 10,000 അവരുടെ എണ്ണം 10,000 1000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ, ആര്? ശ്രദ്ധിക്കണേ, ദ നമ്പർ ഈസ്, അത് ട്രാൻസ്ലേഷനിൽ നല്ല വ്യത്യാസമില്ല എന്ന് നമ്പർ ചെയ്താൽ പറ്റൂ എന്ന് നോക്കട്ടെ. I heard the voice of many angels around about the throne and the beast and 24 elders, and the number of them was 10,000 times 10,000. 10,000 times 10,000. എന്നെ കൊണ്ട് പറ്റത്തില്ല അത് കണക്ക് കൂട്ടാൻ. 10,000 into 10,000, 10,000 times 10,000, and thousands of thousands. That means, മലയാളത്തിൽ പറയുകയാണ്, ഒരു മഹാപുരുഷാരം. ഒരു മഹാപുരുഷാരം. അത് എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. അൺകൗണ്ടിങ് പീപ്പിൾ, എ ലാർജ് ക്രൗഡ് ഓഫ് പീപ്പിൾ. They are, അവർ അത്യുച്ചത്തിൽ
ഘോഷിക്കുക. എന്താ ഘോഷിക്കുന്നറിയോ? ഒരത്യുച്ചത്തിൽ പറയുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ. ഇതൊന്നും എക്സ്പ്ലനേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് അൺഇമാജിനബിൾ. നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ്. 10,000 times of 10,000, thousands of 1,000 people എന്ന് പറഞ്ഞാൽ എ ലാർജ് ക്രൗഡ് ഓഫ് പീപ്പിൾ, മെനി ഏഞ്ചൽസ്. ഐ ഹേർഡ് എ ലൗഡ് വോയിസ്. ഒരു മഹാശബ്ദം ഞാൻ കേട്ടു. എന്തുകൊണ്ട് പറയുന്നു? അറുക്കപ്പെട്ട കുഞ്ഞാട് എന്തിനൊക്കെ യോഗ്യനാണെന്ന് പറയുകയാണ്. Saying with a loud voice, "Worthy is the lamb that slain." അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. എന്തിനൊക്കെയാണെന്നറിയോ? ഒന്ന്, receive power, riches, wisdom, strength, honor and glory and blessing. ഒരു വലിയൊരു ഗ്രൂപ്പ് ഇതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്ക് ഇമ്മാജിനബിൾ. എന്റെ ഓർമ്മയ്ക്കും എന്റെ ചിന്തയ്ക്കും ഒന്നും അതിനെ വിവരിക്കാൻ പറ്റുന്നില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് 10,000 times of 10,000, 10,000 times of 10,000 എന്ന് പറയുമ്പോൾ അത് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കാൻ പറ്റുന്നതല്ല. 10,000 times of 10,000. പിന്നെ പറയാ thousands of thousands. മഹാശബ്ദം കേട്ടു. അത്യുച്ചത്തിൽ പറയുന്ന അനേക ദൂതന്മാരുടെ ശബ്ദം. ആ ശബ്ദത്തിൽ പറയുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാട് യോഗ്യൻ. എന്തിനൊക്കെയാ കുഞ്ഞാട് യോഗ്യൻ എന്നറിയാവോ? ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യൻ എന്ന് പറഞ്ഞാൽ ഓൾ ഓണർ ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലുള്ള സകലവിധ മാന്യതകൾക്കും യോഗ്യൻ ഒരുവനാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്. സകലമാനത്തിനും, മലയാളത്തിൽ പറയുമ്പോ സകലമാനത്തിനും സകല പുകഴ്ചയ്ക്കും സകല മഹത്വത്തിനും സകലതിനും യോഗ്യനായ ഒരുവനേ ഉള്ളൂ. അത് അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. ആ അറുക്കപ്പെട്ട കുഞ്ഞാട് നമ്മുടെ പാപങ്ങളുടെ പരിഹാരങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മളെ സർവഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വംശങ്ങളിൽ നിന്നും നമ്മുടെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി വേർതിരിച്ചു. നമ്മൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് ഞങ്ങൾ കേട്ടു. അപ്പോ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഒരുവൻ മാത്രമേ യോഗ്യനുള്ളൂ. അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ്. സകല പുകഴ്ചയ്ക്കും സകല മാനത്തിനും സകല മഹത്വത്തിനും സകല ശക്തിക്കും യോഗ്യനായവൻ ഒരുവനേ ഉള്ളൂ. അവനത്രേ നമ്മുടെ കർത്താവായ യേശു മശിഹ. ഇത് ലാംബ് ഓഫ് ഗോഡ് ഹൂ ഹാസ് സ്ലെയിൻ, അറുക്കപ്പെട്ട കുഞ്ഞാട്. യോഹന്നാൻ പറയുന്ന ഭാഗം ഞാനിവിടെ പറഞ്ഞെന്നങ്ങ് അവസാനിപ്പിക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സ്വർഗത്തിലും കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ കേട്ടു. ഇതെല്ലാം കൂടെ വിവരിപ്പാനൊന്നും സമയമില്ല. കർത്താവിന് 12, 13, 14 വാക്യങ്ങൾ നമുക്ക് അടുത്ത വെനസ്ഡേയിൽ ചിന്തിക്കാം. ഇപ്പോൾ തന്നെ 1 മണിക്കൂർ ആയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇവിടെ ഇന്ന് അവസാനിപ്പിക്കുന്നു. കുഞ്ഞാടേ നീ യോഗ്യൻ. ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം 10ാം വാക്യമാണ്. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. ഞങ്ങളുടെ ദൈവത്തിന് അവരെയല്ല, ഹാസ് മെയ്ഡ് അസ്
unto our God. ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ made us unto our God kings and priests. രാജ്യവും പുരോഹിതന്മാരും എന്നല്ല, രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. അടുത്തത് we shall reign on earth. ഞങ്ങൾ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് ഞങ്ങൾ കേട്ടു. അപ്പോ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതിന് കാരണക്കാരൻ ആര്? കുഞ്ഞാടേ, നീ യോഗ്യ. എങ്ങനെ? നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് ഈ എളിയവരെ ജാതികളിൽ നിന്നും, രാജ്യങ്ങളിൽ നിന്നും, വംശങ്ങളിൽ നിന്നും, ഗോത്രങ്ങളിൽ നിന്നും, ഭാഷകളിൽ നിന്നും ഞങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ നീ വിലക്കി വാങ്ങി. ഒരു വാക്യം കൂടെ ചേർത്ത് വരട്ടെ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്. We have been called out of the darkness into the marvelous light of His Son Jesus Christ. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും, എ ചോസൺ ജനറേഷൻ, എ റോയൽ പ്രീസ്റ്റ്ഹുഡ്, എ ഹോളി നേഷൻ, എ പെക്യൂലിയർ പീപ്പിൾ. ഇതൊക്കെ പത്രോസ് അപ്പോസ്തലൻ പറയുന്ന ഭാഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്റെ ദൈവമക്കളെ, നമ്മളെ നമ്മുടെ ദൈവത്തിന് രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി നമ്മുടെ കർത്താവ് ഓർമ്മിച്ചു. നമ്മൾ ഭൂമിയിൽ വാഴും എന്നൊരു പാട്ട് ഞാൻ കേട്ടു, യോഹന്നാൻ കേട്ടു. അടുത്തുള്ള ഭാഗങ്ങൾ കർത്താവ് വരുവാൻ താമസിച്ചാണ്. 12, 13, 14 വാക്യങ്ങൾ നമുക്ക് ഈ കനിഷ്ഠയിൽ ചിന്തിക്കാം. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിനായി നിങ്ങളെല്ലാവരെയും കർത്താവ് ഒരുക്കമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരെയും ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്നു. This is Pastor Sunny K. Thomas signing off from Chengannur. Let Almighty God give you all the blessings. Amen, amen, amen.